നമസ്കാരം. ഓർമ്മകളേക്കാൾ നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്താണുള്ളത്? നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളില്ലെങ്കിൽ പിന്നെന്തു മനുഷ്യൻ? ഒരു മനുഷ്യൻ മരിച്ചു തുടങ്ങുന്നത് അയാളിൽ ഓർമ്മകൾ ഇല്ലാതാവുമ്പോഴാണ്. പഴയ പെട്ടിയിൽ കിടന്ന റബ്ബർ മൂങ്ങയെ കണ്ടപ്പോൾ ഒരാളിലേക്ക് കടന്നു വരുന്ന ഓർമ്മകളുടെ ഒരു കഥയുണ്ട്. ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് താൻ കരഞ്ഞതെന്ന് എഴുത്തുകാരൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ കഥ. ആ കഥയുടെ പേര് നിന്റെ ഓർമ്മയ്ക്ക്. എഴുതിയത് മലയാളത്തിലെ വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 20/9/1954 ഒരു പന്തിരാണ്ടിന് ശേഷം ലീലയെപ്പറ്റി ഞാൻ ഓർത്തുപോയി. ലീല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചേക്കാം, തെറ്റിദ്ധരിക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞുകൊള്ളട്ടെ, അതെന്റെ സഹോദരിയാണ്. ഒരു സഹോദരി വേണമെന്ന അതിയായ മോഹത്തിൽ നിന്നും MTക്ക് കിട്ടിയ ഒരു കൂട്ടായിരുന്നു ലീല. ഈ വസ്തുത അറിയുന്ന വ്യക്തികൾ വളരെ കുറച്ചാണ്. ലീലയെ കുറിച്ച് ഓർക്കാൻ കാരണം പെട്ടിയിൽ നിന്ന് കിട്ടിയ റബ്ബർ മൂങ്ങയാണ്. റദ്ദു ചെയ്ത ഷർട്ടും മുണ്ടും പഴയ കടലാസുകളുമിട്ട പെട്ടിക്കകത്ത് ഇന്നൊരു പരിശോധന നടത്തി. നോക്കുമ്പോൾ അതിലൊരു പഴയ റബ്ബർ മൂങ്ങ കിടക്കുന്നു. അതിന്റെ നിറം മങ്ങിയിരിക്കുന്നു, ആകർഷണത്വം ഇല്ലാതായിരിക്കുന്നു. സ്ഫടികം കൊണ്ടുണ്ടാക്കിയ കണ്ണുകൾ മാത്രം മങ്ങിയിട്ടില്ല. ഒരു കാലത്ത് അതെന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. അതിന്റെ ഉടമസ്ഥനായതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. വളരെ വളരെ കുതിച്ചു കിട്ടിയതാണ്. അത് സഞ്ചിയിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ ചെന്ന് കയറിയപ്പോൾ ഞാൻ സ്വയം ഒന്ന് ഉയർന്ന പോലെ തോന്നി. കാരണം എന്റെ സഞ്ചിക്കകത്ത് വിലപിടിപ്പുള്ള ഒരു മുതലുണ്ട്. അപ്പുക്കുട്ടന്റെ പളുങ്ക് ഡെപ്പിയേക്കാളും എബ്രാൻ കുട്ടിയുടെ മൗത്ത് ഓർഗനേക്കാളും മുന്തിയതാണ് എന്റെ മൂങ്ങ. നിറയെ വാസന നിറഞ്ഞത്. അതെ, കൊളംബിൽ നിന്നും കൊണ്ടുവന്നതാണ്. റബ്ബർ മൂങ്ങയ്ക്ക് 2 വിശേഷണങ്ങളുണ്ട്. അടിഭാഗത്തെ കുറ്റി തുറന്നാൽ വയറിനകത്ത് ഒരു കൊച്ചു കുഷ്യന്റെ മുകളിൽ കടും നീല നിറത്തിലുള്ള ഒരു ചെറിയ കുപ്പി. അതിൽ സെന്റായിരുന്നു. അടപ്പ് തുറന്നാൽ അരിമുല്ല പൂക്കളുടെ മണം ക്ലാസ്സിൽ പരക്കും. പെൺകുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് പിരിപിരികൾ കേൾക്കാം. ഒരു കുട്ടിയുടെ ഓർമ്മക്കുറിപ്പുകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. വളരെ കാലത്തിനു ശേഷം കൊളംബിൽ നിന്നും മടങ്ങി അച്ഛനോടൊപ്പം എത്തുന്ന ലീലയെ വട്ടമുഖവും വിടർന്ന കണ്ണുകളും കഴുത്തറ്റം വളർത്തിയ ചുരുണ്ട മുടികളുമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അവൾ കൊണ്ടുവന്ന നീല സ്ഫടിക കണ്ണുകൾ ഉരുട്ടുന്ന റബ്ബർ മൂങ്ങ. ലീലയുടെ വരവ് ആ വീട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. സംശയങ്ങളുടെയും പിറുപിറുക്കുകളുടെയും അവസാനം, പൊട്ടിത്തെറിയുടെ അവസാനം. ഒരു രാത്രിക്ക് ശേഷം അച്ഛനും ലീലയും മടങ്ങിപ്പോകുന്ന ദൃശ്യത്തിൽ കഥ അവസാനിക്കുകയാണ്. അത് ഇത്തരത്തിൽ MT എഴുതിയിരിക്കുന്നു. അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണർന്നപ്പോൾ കണ്ടത് അച്ഛനും ലീലയും യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നതാണ്. കോലായിൽ പെട്ടികൾ അടക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ എങ്ങോട്ടോ പോകുന്നു. ഞാൻ ഏട്ടനോട് പതുക്കെ ചോദിച്ചു, അച്ഛൻ എങ്ങോട്ടാണ് പോകുന്നത്? ചേട്ടൻ അരിശത്തോടെ പറഞ്ഞു, ആവോ. അപ്പോ വേദനയോടെ ഞാൻ വിചാരിച്ചു, ഇവിടെയുള്ളവർക്കൊക്കെ എന്താ? മുറ്റത്തിറങ്ങി അച്ഛൻ വിളിച്ചു, ലീലേ. അവൾ പുറത്തോട്ടിറങ്ങി. വലിയ സൂര്യകാന്തി പൂക്കളുള്ള ഗൗണാണ് ഇട്ടിട്ടുള്ളത്. അരയിൽ നീല പച്ച നാട കൊണ്ടൊരുക്കിട്ട്. കയ്യിൽ റബ്ബർ മൂങ്ങയുണ്ട്. കോലായിൽ തൂണും ചാരി നിൽക്കുന്ന എന്നെ നോക്കി അവൾ മന്ദഹസിച്ചു. ഞാൻ ചിരിച്ചില്ല. എന്റെ അടുത്ത് വന്ന് കൈകളിൽ റബ്ബർ മൂങ്ങ വെച്ചു തന്നു. ഞാൻ അത്ഭുതത്തോടെ നിന്നു. ഒരിക്കൽ കൂടി മന്ദഹസിച്ചുകൊണ്ട്, എന്തോ പതുക്കെ തിരുപിറുത്തുകൊണ്ട് അവൾ അച്ഛന്റെ കയ്യും പിടിച്ച് പടിയിറങ്ങി. ഞാൻ അവർ പോകുന്നത് നോക്കി നിന്നു. ഇടവഴിയിലൂടെ അവർ നടന്നകലുന്നു. ദൂരെ ആ സൂര്യകാന്തി പൂക്കളും നീലപ്പൊട്ടുനാടിയും കാഴ്ചപ്പാടിൽ നിന്ന് മറന്നു. 12 ശേഷം ഞാൻ ഇന്ന് ലീലയെ ഓർത്തു. പ്രിയപ്പെട്ട സഹോദരി, നാഴികൾക്കപ്പുറത്തു നിന്ന് ഞാൻ മംഗളം നേരുന്നു. നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ഞാൻ ഇവിടെ കുറിക്കട്ടെ. ഒരു ഫിലോസഫിയും പറയാതെ, സാഹിത്യത്തിന്റെ അതിപ്രസരമില്ലാതെ ഒരു ഡയറിക്കുറിപ്പിന്റെ ലാളിത്യത്തിലൂടെ പറഞ്ഞു തീർക്കുന്ന മനോഹരമായ കഥ നിന്റെ ഓർമ്മയ്ക്ക്.